റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രുചിയോടുകൂടി തന്നെ നമുക്ക് ചിക്കൻ നൂഡിൽസ് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ കുട്ടികൾക്കൊന്നും ഇനി പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാതെ നൂഡിൽസ് നമുക്ക് വളരെ ഈസി ആയിട്ട് അതും വളരെ ചെറിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു നൂഡിൽസ് റെസിപ്പിയാണ്. എന്നാലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതിൻ്റെ അതേ രുചി തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നൂഡിൽസ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. നൂഡിൽസ് ആദ്യം വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 150 ഗ്രാം നൂഡിൽസാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു 6-7 കപ്പ് വെള്ളം ഉണ്ടാവും. ഇനി ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വരെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ നൂഡിൽസ് പരസ്പരം ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കാം. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നൂഡിൽസ് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കട്ട പിടിച്ചതുപോലെ ഇരിക്കുന്ന നൂഡിൽസ് മുഴുവനും ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വേവിക്കുക. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നൂഡിൽസ് നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ നിങ്ങൾക്ക് നൂഡിൽസ് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. റൈസ് നൂഡിൽസോ വീറ്റ് നൂഡിൽസോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നൂഡിൽസ് ഉപയോഗിക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കുക. ആ സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഇത് വെന്തിട്ടുണ്ടോയെന്ന്. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നൂഡിൽസ് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ടൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം മുഴുവനും പോകണം. വെള്ളം മുഴുവനും കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വരെ എള്ളെണ്ണ, അതായത് നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വരെ ചേർത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എള്ളെണ്ണ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഇനി അല്പം വലിയൊരു പാൻ അടുപ്പത്ത് വെക്കുക. നല്ല കുഴിയുള്ള പാനാണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാനൊരു വലിയ ഫ്രൈയിങ് പാനാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പാനൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട, വേറെ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു 100 ഗ്രാം വരെ ബോൺലെസ് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തുകൊണ്ട് ചിക്കൻ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഒരു 7-8 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ചിക്കൻ നമുക്കൊരു സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് നീക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഓയിലൊക്കെ ഒരു ഭാഗത്തേക്ക് ആക്കി വെക്കുക. ഈ ഓയിലിലേക്ക് 1/4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വരെ പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നല്ലൊരു മണം വരുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ വരെ മല്ലിയിലയുടെ തണ്ടൊന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിൽ മല്ലിയില ലാസ്റ്റ് ചേർക്കുമല്ലോ. അപ്പോൾ ആ മല്ലിയിലയുടെ തണ്ടൊന്ന് കട്ട് ചെയ്ത് ചതച്ചെടുത്താൽ മതി. സ്പ്രിംഗ് ഓണിയൻ കയ്യിലുണ്ടെങ്കിൽ ഈ മല്ലിയിലയുടെ തണ്ടിന് പകരം സ്പ്രിംഗ് ഓണിയൻ ചേർത്താലും മതിയാവും. അപ്പോൾ മല്ലിയിലയുടെ തണ്ട് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ സവാള നീളത്തിൽ നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 അല്ലെങ്കിൽ മാക്സിമം ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. എന്നിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. എന്നിട്ടൊന്ന് ചെറുതായിട്ട് വാടിയാൽ മാത്രം മതി. ആ സമയത്ത് ഈ സവാളയും ചിക്കനും ഒക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ നേരത്തെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ സവാള ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം സവാളയും ചിക്കനും മറ്റുള്ള ഇതൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വരെ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ ക്യാബേജ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ വെജിറ്റബിൾസൊക്കെ ചേർക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം കൂട്ടി വെക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വെജിറ്റബിൾസിനൊക്കെ ഒരു വാടിയ ടേസ്റ്റ് ആയിരിക്കും. മാത്രമല്ല അതിൻ്റെ കളറൊക്കെ മാറിപ്പോവും. അപ്പോൾ നല്ല വെജിറ്റബിൾസിൻ്റെ തന്നെ ആ കളറൊന്ന് കിട്ടണമെങ്കിൽ അല്പം ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ ഇതൊക്കെ ചെയ്യാം.
അപ്പോൾ അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ്, നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. ക്യാബേജും ക്യാരറ്റും ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ യെല്ലോ ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ റെഡ് ക്യാപ്സിക്കം കൂടി ചേർക്കാം. എന്നിട്ട് വഴറ്റുക. അപ്പോൾ ഈ യെല്ലോ റെഡ് ക്യാപ്സിക്കം ഒന്നും നിർബന്ധമില്ല. ഗ്രീൻ ക്യാപ്സിക്കമാണ് കയ്യിലുള്ളതെങ്കിൽ അത് മാത്രം ചേർത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഗ്രീൻ ക്യാപ്സിക്കം ഇല്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എല്ലാ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ എല്ലാം ചേർക്കാം, നല്ല കളർഫുള്ളായിട്ട് കിട്ടും. അതല്ല ഗ്രീൻ മാത്രമേ ഉള്ളൂവെങ്കിൽ ഗ്രീൻ മാത്രം ചേർത്താലും മതി. ക്യാപ്സിക്കം ചേർത്ത് 1 അല്ലെങ്കിൽ 2 മിനിറ്റ് മാത്രം ഒന്ന് ഇതുപോലെ വഴറ്റിയെടുക്കുക. 2 സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഈ നൂഡിൽസൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഈസി ആയിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. ഈ സമയത്ത് ഈ വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നമ്മൾ ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഒരല്പം ഉപ്പ് ചേർത്താൽ മതി. കാരണം നമ്മളിതിൽ സോയാ സോസൊക്കെ ചേർക്കും, അതിനൊക്കെ കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ വെജിറ്റബിൾസ് ഇതുപോലെ നീക്കിയിട്ട് നടുവിൽ കുറച്ച് സ്ഥലം ബാക്കി വെക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർക്കാം. പിന്നെ ഗ്രീൻ ചില്ലി സോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പക്ഷെ നമ്മളിതിൽ ഫസ്റ്റ് പച്ചമുളക് ചേർത്തതുകൊണ്ട് ഞാനിതിന് അതിൻ്റെ സോസ് ചേർക്കുന്നില്ല, അപ്പോൾ എരിവ് കൂടും ചിലപ്പോൾ. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പും സോയാ സോസും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സുർക്കയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂൺ വരെ ചുവന്ന മുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. 1 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് 2 സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. വീണ്ടും മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വരെ എള്ളെണ്ണ വീണ്ടും ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് വീണ്ടും ഒരു 2 ടീസ്പൂൺ എള്ളെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നൂഡിൽസ് വാങ്ങിക്കഴിഞ്ഞാൽ കാണുന്നില്ല, നല്ല തിളങ്ങുന്ന പോലെ ഉണ്ടാവും. അതിൽ ആ ഒരു കാണാനുള്ള ആ ഒരു ഭംഗി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് എള്ളെണ്ണ ലാസ്റ്റ് ചേർക്കുന്നത്. അപ്പോൾ എള്ളെണ്ണ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഏകദേശം അതേ രുചി തന്നെയുള്ള ചിക്കൻ നൂഡിൽസാണ്. അപ്പോൾ നമുക്കിത് ചൂടോടുകൂടി തന്നെ കഴിച്ചു തുടങ്ങാം. നൂഡിൽസ് ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. തണുത്തിട്ടാണ് ഉള്ളതെങ്കിൽ ഓവനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മളിത് നല്ല ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അജിനോമോട്ടോ ഒന്നും ചേർത്തിട്ടില്ല. റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അജിനോമോട്ടോ ഒക്കെ ചേർക്കും. പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ചിക്കൻ നൂഡിൽസിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.